എവിടെ എത്ര നേരം കാത്തിരിക്കുന്നു? എടാ അമ്പിരാമ അടുത്ത് എന്തെങ്കിലും കള്ളം പറയാതെ ചാടാൻ പറ്റുമോ? ആ സി എ സ്റ്റേഷനിൽ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് അയാളെ പോയി കാണാ. അതെ, പുള്ളിയുടെ അടുത്ത് എല്ലാം തുറന്നു പറഞ്ഞാണെങ്കിൽ കൂടുതൽ കുഴപ്പമില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഒരു കുഴപ്പമില്ല. അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഞാൻ റെഡി ആയിക്കോളാം. നിങ്ങളൊന്ന് കൂടെ നിന്ന് തന്നാ മതി. ഓക്കെ. ഇപ്പോഴൊരു സമാധാനമായത്. എല്ലാം കലങ്ങി തെളിയാൻ പോവാണല്ലോ. വാ. എന്താ പൊങ്കാളിന്റെ പരിപാടിയാണോ? എല്ലാം കലങ്ങി. ഓ പിന്നെ നിന്നെയൊക്കെ പേടിച്ച് മുങ്ങേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. സമയമില്ല, അവസാനമായിട്ട് ഒരു ചാൻസ് കൂടി തരാം. ആ പണം അങ്ങ് തന്ന കാര്യം തീർന്നു. ഇല്ലേ പ്രശ്നം രൂക്ഷാകും. പറയുന്നത് മാക്സിമം അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഭാര്യമാര് ഇവരെ ഡിവോഴ്സ് ചെയ്യും. അത് ഞാൻ അങ്ങനെ സഹിച്ചു. എന്റെ പൊന്നു പെങ്ങന്മാരെ ഉപദ്രവിക്കരുത്. എന്നാ പണം എടുക്ക്. ഒരൊറ്റ കിറ നീ എന്ത് പണം വേണമെന്ന് നീ പറയുന്നത്? ശരിയാക്കി തരാം. ഫോണ് കേട്ടെ. ഹലോ സാർ. അച്ചായോ, എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയോ? ഇറങ്ങുകയാണ് സാർ. പെട്ടെന്ന് ഇറങ്ങിയേക്കോ. പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് തന്റെ പിള്ളേരെ കല്യാണം നടക്കാൻ പോണ. ആ നാട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് വല്ല പ്രശ്നം ഉണ്ടാക്കിയാലോ? പുറത്ത് 3 ജീപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവര് നിങ്ങൾക്ക് എസ്കോർട്ട് വരും. ഞാനൊന്ന് കോട്ടേജ് കയറിയിട്ട് അങ്ങെത്തിക്കോളാം. ആ പെമ്പിള്ളേർ അടുത്തുണ്ടോ? ഏത് ഉണ്ട്, കൊടുക്കാവേ. ഹലോ സർ. ആ പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങിക്കോ. എന്റെ ഭാഗത്തുനിന്ന് സർവ്വ സന്നാഹങ്ങളും റെഡിയാണ്. അല്ല സർ, അത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ചാവട്ടി അല്ലാത്തിന്റെ എല്ലോടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ സർ, അതല്ല. പിന്നെ എന്തൊരു ചുറ്റിക്കളി? പെട്ടെന്ന് ചർച്ചിലേക്ക് പോയിക്കോ. ഓക്കെ സർ. പിന്നെ ഹലോ, നിങ്ങളിത് എവിടെയാ? ഞങ്ങൾ റിസോർട്ടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവര് വെയിറ്റ് ചെയ്യാ. കേട്ടല്ലോ, അവര് വെയിറ്റ് ചെയ്യാ. നിങ്ങളുടെ ഗുണ്ടകൾ ജീവനിൽ കൊതിവുണ്ടെങ്കിൽ പള്ളിയിലേക്ക് വരാൻ നിൽക്കണ്ട. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നിങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ ഞങ്ങള് നേർച്ചയൊക്കെ നടത്തിയിട്ട് അങ്ങനെ എത്തിക്കണം. 1 മണിക്കൂർ. അതെ, അപ്പോഴേക്കും മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ ചുറ്റിക്കറങ്ങി കാണുകയും ചെയ്യാലോ നിങ്ങൾക്ക്. അപ്പോ ശരി എന്നാ. ബൈ ബൈ. ബൈ ചെപ്പോ. ബൈ. ശരിക്കും പള്ളി എത്തി. നമ്മളിനി ശരിക്കും അവരെ കല്യാണം കഴിക്കേണ്ടി വരുമോ? എനിക്കറിയില്ലടാ. ആദ്യമായിട്ടാണ് എനിക്ക് പള്ളി കണ്ടിട്ട് പേടിയാവണ. എനിക്ക് സണ്ണിച്ചായ കാര്യങ്ങൾ കൈവിട്ട് പോവാ. നിങ്ങൾ ആ സി ഐ ഒന്ന് വിളിക്ക്. വിളിച്ചോണ്ടിരിക്കാം. बाहर आओ। अंदर से कोई जल्दी सब लोग उतरो। आप लोग भी तैयार हो जाओ। चलो, एक जन इधर खड़े हो, तुम दोनों उधर। മണവാളന്മാരും മണവാട്ടിമാരും ഒക്കെ എത്തിയല്ലോ സാറേ. കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മാല എടുത്ത് കെട്ടിയാ മാത്രം മതി. ഇതല്ലേ LKG ചേർക്കാൻ പിള്ളേരെ കൊണ്ടുപോകുന്നത് പോലെ ആയല്ലോ സാറേ. സി സാബ് को പെട്ടെന്ന് आने को बोलो. शादी से पहले सीए सब आ जाएगा, तुम लोग जाके तैयार हो जाओ। ഇയാൾ എന്താ പറയുന്നത്? കല്യാണത്തിന് മുമ്പ് സിയെ എത്തിക്കോളൂന്ന്. അയ്യോ, ഇതൊക്കെ ആരാ? കുർബാനയ്ക്ക് വന്നവരാണോ? അല്ലല്ല, എല്ലാരും കല്യാണം കൂടാൻ വന്നതാ. ഈ ചുറ്റുവട്ടത്തുള്ളവരെ എല്ലാം ഞാൻ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. 4 ആളില്ലാത്ത എന്നാ കല്യാണമാ സാറേ. സാർ അന്ന് പറഞ്ഞതുപോലെ ഡ്രസ് അടക്കം എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ്ടേ റൂം എല്ലാം റെഡിയാക്കി കിടക്കുക. എല്ലാരും പോയി ഒരുങ്ങ. ഞാൻ അച്ഛനെ ഇന്ന് വിളിച്ചോണ്ട് വരട്ടെ. സാറെന്ന് എന്നാ പറഞ്ഞത്? ഒന്നുമില്ല. അതെ, കല്യാണം നടക്കാൻ പോണില്ല. സിയെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാര്യം പിടിച്ച് ശരിയായിക്കോളാം. കാര്യം പിടിക്കാൻ ഞാൻ എക്സ്പെർട്ടാ. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഓക്കെ, ചാനലിൽ പറയുന്നത് ധൈര്യമായിട്ടിരിക്കും. जल्दी जाके कपड़ा चेंज करो। चल चल। കപ്പട ചേഞ്ച് നിന്നെ കൊല്ലൂടാ ഞാൻ. നല്ല പഴക്കമുള്ള പള്ളിയുണ്ടോ? ഒരു ഓഞ്ഞ മണം. പുരാവസ്തുക്കളുടെ കാര്യം പറയാത്ത സി ഐ ഒന്ന് വിളിക്കണോ? ഡോയ അല്ല, ഒന്ന് വിളിക്കോ അച്ചായ. ഇപ്പൊ ഒന്ന് വിളിച്ചാലേ ഉള്ളൂ. അയാളൊന്ന് റേഞ്ചിൽ വരട്ടെ. ഇത് മിക്കവാറും കുഴപ്പമാകുന്ന എനിക്ക് തോന്നണല്ല. കുഴപ്പമായി. ഒരു കുഴപ്പമില്ലെന്നേ. ആ സിയെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാല് പിടിച്ച് കാര്യങ്ങൾ ശരിയായിക്കോളാം. നിങ്ങളെ ഡ്രസ്സൊക്കെ ഇട്ടത് കുട്ടപ്പന്മാരായിട്ട് നിൽക്ക്. പിന്നെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അത് വിൽപ്പവർ കൂട്ടാനുള്ള ചാൻസ് ആയിട്ട് എടുക്കണം. ഞാൻ മുങ്ങാൻ പോ. നിങ്ങൾ വരുന്നെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളുടെ ജീവിതം വെച്ച് തമാശ കളിക്കാൻ ഞങ്ങളില്ല. നീ വന്ന് നീ പറ. അങ്ങോട്ട് പിന്നെ പോവാം. അവിടെ സെമിത്തേരിയ. ഇങ്ങോട്ട് വാ.
നമസ്കാരം. മണവാളന്മാരെന്ത് ഈ പള്ളിയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റിത്തിരിയണേ? സന്തോഷമായി സന്തോഷമായി അനുഗ്രഹിച്ചിരിക്കുന്നു. സാർ അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി മാറും. എന്തു പ്രശ്നം? സർ എന്താന്ന് വെച്ചാ ഈ നിങ്ങളുടെ കല്യാണേ എന്റെ അഭിമാന പ്രശ്ന. മലയാളികളായതുകൊണ്ട് മാത്രല്ല, നിങ്ങളുടെ ഈ തീരുമാനത്തിന്റെ പുറകിൽ ഒരു നന്മയും കൂടി ഉള്ളതുകൊണ്ടാ. അതുകൊണ്ടാ ഇതെന്റെ സ്വന്തം കാര്യം പോലെ ഞാനിതങ്ങ് ഏറ്റെടുത്തത്. ചെല്ല് ചെല്ല്. ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാരും പെടുന്ന്. എല്ലാവർക്കും കൂടി വേണ്ടിട്ടായിരുന്നു ഈ ഗെയിം. അങ്ങനെ ഒരാളെ മാത്രമായിട്ട് കുറ്റക്കാരി ആക്കണ്ട. കാശിന്റെ കാര്യം അവരൊന്നും പറയുന്നില്ല. ഇനി അവർക്ക് നമ്മളെ ശരിക്കും കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലോ? അതെ, കാശ് കിട്ടിയതുമില്ല, നമ്മൾ അപകടത്തിൽ പെടാനും പോകുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ നിങ്ങളുടെ തീരുമാനം? എല്ലാ പ്രശ്നം ഉണ്ടാക്കി നമ്മൾ ഈ കോലവും കെട്ടിച്ച് ആ സണ്ണിച്ചായം മുങ്ങി. അതെ, എടാ നോക്കിയേ, സബ്കോ പക്കടയ്ക്കാ. നമുക്ക് അവസാനമായിട്ട് അയാളുടെ കാലൊന്ന് പിടിച്ചാലോ? കാല് പിടിക്കാൻ ഞാനില്ല. നമുക്കെല്ലാം മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയാം. കമ്മോൺ. ദൈവമേ, തുറന്ന് പറയും. मेरे का कुछ नहीं सुनेगा. मार मार कर उसका हड्डी तोड़ के लॉक पे डालो. അയ്യോ, ഷെട്ടിയുടെ ലോക്കപ്പ് നിർത്താനുള്ള പരിപാടിയാണ്. ഓ, അപ്പൊ പിന്നെ എനിക്ക് പേടിക്കണ്ട. എന്താ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ കോണുകലടാ. ठीक है, बाकी मैं आकर देगा. ഒരു തട്ടിപ്പ് കേസാ. ഓരോ വേഷം കെട്ടലായിട്ട് ഓരോരുത്തർ ഇറങ്ങിക്കോളും. ഇത് ഇവിടെ നിന്ന് വേഷ. ആ എന്താ എന്തോ പറയാനുണ്ടല്ലോ, പറയടോ. നമ്മൾ ധൈര്യം കൈവിടാൻ പാടില്ല. സാർ എന്താടോ? സാർ, ഇവർക്കെന്തോ പറയാനുണ്ടോ? പറയടാ. ഞങ്ങളുടെ വസ്ത്രധാരണങ്ങൾ എങ്ങനെയുണ്ട് സാർ? വേഷം കെട്ടലുകളായിട്ടുണ്ടോ സർ? ബ്ലാക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണ്ടേ ചേരും. സിയോട് കുശലം ചോദിക്കാറായി അല്ലേ? സല്ലപിക്കാനും ശൃംഗരിക്കാനും ഉള്ളവര് ദാ വരണുണ്ട്. സാറേ, മിന്നുകെട്ടിന്റെ സമയമായി. ചെല്ലങ്ങട്. ഇങ്ങോട്ട് നീങ്ങിയേക്ക്. അങ്ങോട്ട് ചേർന്ന് നിക്ക്. क्या जिंदगी के हर खुशी में, हर गम में, हर चढ़ाव में और हर उतार में साथ देने के लिए आप दुल्हन लोग राजी हैं? എന്തോന്നടായി പറയണത്? സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഇവരോടൊപ്പം കഴിയാൻ മണവാട്ടിമാർക്ക് സമ്മതമാണോ എന്നാ ഈ ചോദിച്ചതൊക്കെ? क्या आप दुल्हा लोग भी राजी हैं? മണവാളന്മാർക്ക് സമ്മതമാണല്ലോ. അല്ല, ഞങ്ങൾക്ക് സമ്മതമല്ല. क्या? സത്യം രക്ഷിക്കാൻ വേണ്ടി കുരിശിൽ കയറിയ ദൈവപുത്രന് മുന്നിൽ ഞങ്ങളെല്ലാം തുറന്നു പറയാ. ചാട്ടവാൾട്ടടിക്കോ, മുൾമുടി തലയിൽ വെക്കോ, ആണി തിറക്കോ, എന്ത് വേണേ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് സമ്മതമല്ല. ഭാര്യമാരെ പറ്റിച്ചതിന് ദൈവം ഞങ്ങൾക്കൊന്ന് ശിക്ഷ ചെയ്ത് ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നുള്ള ഈ ഏറ്റുപറച്ചിൽ. എന്താണ് അതൊക്കെ? സാർ, അച്ചോ, ഞങ്ങൾ 3 പേരും കല്യാണം കഴിച്ചവരാ. ഞങ്ങൾക്ക് പാവം പിടിച്ച നല്ലവരായ 3 ഭാര്യമാരുണ്ട്. അതുകൊണ്ട് തല പോയാലും മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ ഞങ്ങൾ താലി വെക്കില്ല. ഇവളുമാര് 3 ഫ്രോഡുകളാണ് ഫാദർ. അല്ല എന്ന് പറഞ്ഞാലെങ്ങനെ? ഇവരെ 3 പേരും കെട്ടിക്കോളാൻ നിങ്ങൾ തന്നെയല്ലേ വാക്ക് പറഞ്ഞത്?
സാർ ഇയാളാണ് എല്ലാത്തിനും കാരണം. അതെ ഇയാളെ ഞങ്ങളെ 3 പേരെയും ചതിച്ചത്. ഓഹോ അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് നാടകം കളിക്കായിരുന്നല്ലേ? കെട്ടറ താലി. ഇല്ല ഇല്ല ഞങ്ങൾ കേട്ടില്ല. എവരുടെയൊക്കെ മുഖത്തേക്കൊന്ന് നോക്ക്, എന്നിട്ട് പറ കെട്ടുവോ ഇല്ലെന്ന്. ടീന അഭിരാമി. അയ്യോ വീണ. ഇതാണ് സാർ ഞങ്ങളുടെ അല്ല എന്റെ ഭാര്യ. ഇത് തന്നെയാണ് എന്റെ ഭാര്യ. ഇത് മാത്രമാണ് സാർ എന്റെ ഭാര്യ. അതെ സാറേ, ഇവരാണ് ഇവരുടെ യഥാർത്ഥ ഭാര്യമാര്. എടാ മണഗുണാഞ്ചന്മാര്, നമ്മുടെ ഭാര്യമാർക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. നമ്മൾ പതറിയുന്നപ്പോ നമ്മളറിയാതെ ഇവർ കാര്യങ്ങളൊക്കെ നീക്കുകയായിരുന്നു. 2 കോടി. കുട്ടികളെ നടന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കാട്ടിക്കൂട്ടിയ തെറ്റ് തന്നെയാ. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി ഒരുപാട് വീഴ്ചകൾ. ഒന്നുകിൽ വിവാഹം, അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ട പണം. അപ്പോ ഇതൊരു ട്രാപ്പാണല്ലോ. നമ്മുടെ ഭർത്താക്കന്മാരുണ്ടാക്കി വെച്ച കുരുക്കല്ലേ, അവർ കുറച്ച് ടെൻഷൻ അടിക്കട്ടെ. തൽക്കാലം ഇക്കാര്യം നമ്മൾ അറിഞ്ഞതായിട്ട് അവരറിയണ്ട. ഓക്കെ? നമ്മുടെ ഭർത്താക്കന്മാരെ കൊടുക്കാൻ ആ പെണ്ണുങ്ങളെ നോക്കും, ആ പെണ്ണുങ്ങളെ കൊടുക്കാൻ നമ്മളും. എല്ലാം അറിയാമെന്നല്ലേ? റെയിൽവേ സ്റ്റേഷനിലേക്കല്ല, നേരെ പള്ളിയിലേക്ക് ഇവർ വന്നത്. ഒറ്റക്കല്ല, ആ 3 എണ്ണം ഉണ്ടല്ലോ, സാനിയ ഗ്രൂപ്പ്, അവളുമാരുടെ ആ കാമുകന്മാരെയും കൂട്ടി. ദാ ഈ സാനിയ ഗ്രൂപ്പിനെ പറ്റി കൂടുതൽ അന്വേഷിച്ച നമ്മുടെ ഭാര്യമാർക്ക് ഇവളുമാരുടെ ദാ ഈ കാമുകന്മാരെ പറ്റിയുള്ള വിവരം കിട്ടി. ഗോവ മുഴുവൻ അന്വേഷിച്ച് ഇവന്മാരെ കണ്ടുപിടിച്ച് ഇവളുമാരുടെ കള്ളക്കളികൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. പള്ളിയും കല്യാണവും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിൽ സാനിയ ഗ്രൂപ്പ് അമ്പരം നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുമാരുടെ കാമുകന്മാരും ഒത്ത് നമ്മുടെ ഭാര്യമാർ അവിടെ എത്തുന്നത്. തങ്ങളാണ് ആപ്പിപ്പെട്ടിരിക്കുന്നതെന്ന് അതോടെ ഇവർക്ക് മനസ്സിലായി.